ബംഗളൂരുവിൽ തൃത്താല സ്വദേശിയായ ലോറി ഡ്രൈവറെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ സഹപ്രവർത്തകനായ പ്രതി പിടിയിൽ. കാസർഗോഡ് രാജാപുരം പനത്തടി സ്വദേശി മുണ്ടൂർ വീട്ടിൽ ജോസഫ് ജോൺ ആണ് പോലീസ് പിടിയിലായത്. ബംഗളൂരുവിൽ വെച്ചാണ് ജോസഫ് ജോൺ സഹപ്രവർത്തകനായിരുന്ന ലോറി ഡ്രൈവർ തൃത്താല ഞാങ്ങാട്ടിരി താഴത്തേതിൽ വീട്ടിൽ 26 വയസ്സുള്ള മുഹമ്മദ് മുബാറക്കിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന മുബാറക് കഴിഞ്ഞ ദിവസം പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ 4 രാത്രിയിലാണ് മുഹമ്മദ് മുബാറക്കിനെ സഹപ്രവർത്തകനായ ജോസഫ് ജോൺ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. തമിഴ്നാട് നിന്നും ബാംഗ്ലൂരിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഹെവി ലോറിയുടെ ഡ്രൈവറായിരുന്നു മുബാറക്. ഇതേ കമ്പനിയിൽ തന്നെയായിരുന്നു ജോസഫ് ജോണും ജോലി ചെയ്തിരുന്നത്. ലോറി യാത്രയ്ക്കിടെ ബംഗളൂരുവിലെ കൈത്തസാന്ദ്ര ടോൾ ബൂത്തിന് സമീപത്ത് വെച്ച് കമ്പനിയിൽ നിന്നും ശമ്പളം ലഭിക്കാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. കുടിശ്ശിക നിൽക്കുന്ന ശമ്പളം ലഭിച്ച ശേഷം മാത്രം ലോറി തിരികെ കമ്പനിയിൽ ഏൽപ്പിച്ചാൽ മതിയെന്ന ജോസഫ് ജോണിന്റെ നിർദ്ദേശം മുബാറക് നിരസിക്കുകയും ഇതിനെച്ചൊല്ലി ഇരുവരും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുമായിരുന്നുവെന്നാണ് സൂചന. വാക്കേറ്റത്തിനൊടുവിൽ ജോസഫ് ജോൺ മുഹമ്മദ് മുബാറക്കിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ബംഗളൂരു പോലീസ് മുബാറക്കിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് നാട്ടിൽ നിന്നുമെത്തിയ ബന്ധുക്കളും ബംഗളൂരുവിലെ സുഹൃത്തുക്കളും ചേർന്ന് ബംഗളൂരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സുലൈമാൻ സൽമ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് മുബാറക്. തസ്ലീമ, പരേതനായ സൈനുൽ ആബിദ് എന്നിവർ സഹോദരങ്ങളാണ്. തുടർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം ജില്ലാ ട്രോമ കെയർ ജനറൽ സെക്രട്ടറി ഷമീർ പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ ട്രോമ കെയർ ആംബുലൻസിൽ മൃതദേഹം ചൊവ്വാഴ്ച രാത്രിയോടെ നാട്ടിലെത്തിച്ചു. CCTV ന്യൂസ്, തൃത്താല.